ഹായ് കൂട്ടുകാരെ, എൻ്റെ നാട്ടിലെ നവതാര പുരുഷ സ്വയം സഹായ സംഘത്തിൻ്റെ ഒരു 19-ാം വാർഷികം ആയിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മൾ കൊല്ലം മൺറോ തുരുത്ത് മൺറോ ലേക്ക് റിസോർട്ടിൽ നമ്മൾ ബുക്ക് ചെയ്ത് അവിടെ നമ്മൾ വാർഷികം ആഘോഷിക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 8:30-9 മണിയോടെ അടുത്ത് നമ്മൾ ആ റിസോർട്ടിലെത്തുകയും അവിടെ നമുക്ക് നല്ലൊരു സ്വീകരണം തരികയും ചെയ്തു അവർ. അപ്പോൾ ഇതാണ് ആ ലേക്ക്, കണ്ടില്ലേ? അപ്പോൾ അത് കാണാൻ അത് പുല്ലാണെങ്കിലും പക്ഷേ അത് മറ്റേ നമ്മളെ പ്ലാസ്റ്റിക്കിലെ പുല്ലാണ്. അപ്പോൾ ഇദ്ദേഹമാണ് അതിൻ്റെ ഓണർ, ആ ലേക്കിലെ ഓണർ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംഘത്തിൻ്റെ സെക്രട്ടറിയുടെ അദ്ദേഹമാണ്, സംഘത്തിൻ്റെ സെക്രട്ടറി അദ്ദേഹമാണ് കാര്യങ്ങളൊക്കെ നമ്മുടെ റിസോർട്ടിനൊക്കെ ബുക്ക് ചെയ്തതും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത്. അപ്പോൾ ഇതാണ് റിസോർട്ട്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വന്ന് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സംഘത്തിലെ അംഗങ്ങൾ. അപ്പോൾ ഇവര് ഇരിക്കുന്നത് നമുക്ക് പറഞ്ഞ ഒരു വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ട്. അപ്പോൾ വെൽക്കം ഡ്രിങ്ക്സിന് നമ്മൾ അവിടെ ക്ഷണിക്കുകയും ഇവരെ ആർട്ട് കലാ സൃഷ്ടികളാണ് കാണുന്നതൊക്കെ. അപ്പോൾ എൻ്റെ പുറകിലായിട്ട് കാണുന്ന കാഴ്ചകളാണ് അവിടുത്തെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ. ഇത് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഭക്ഷണത്തിനുള്ള ഉച്ചഭക്ഷണത്തിനുള്ള ഹാള്. അതിന് പിന്നിലായിട്ട് അവരുടെ പെഡൽ ബോട്ടൊക്കെ ചവിട്ടാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ചൂണ്ടയിടാം. അപ്പോൾ വെൽക്കം ഡ്രിങ്ക്സ് വരികയുണ്ടായി. അപ്പോൾ എല്ലാവരും വെൽക്കം ഡ്രിങ്ക്സ് കുടിക്കുകയും അതിൻ്റെ കൂടെ തന്നെ പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ സ്വീകരണം നന്നായിരുന്നു. അങ്ങനെ ഞാനും ഒരെണ്ണം കുടിച്ചു. നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ തൊട്ടടുത്ത് വാഷ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കൈ വാഷ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ. അങ്ങനെ നമ്മുടെ ഹാള്, വാർഷികം നടത്താനുള്ള ഹാള് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോയി. ആഡംബരമായിട്ടുള്ള ഒരു സൗകര്യമാർന്ന ഒരു ഹാള് നമുക്ക് ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അപ്പോൾ എല്ലാം അവിടെ ഡെക്കറേഷനൊക്കെ നല്ല സജ്ജീകരണമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബാനർ, 19-ാം വാർഷികം കൊല്ലം മൺറോത്തുരുത്ത്. അപ്പോൾ നമ്മുടെ വാർഷികത്തിൻ്റെ ചടങ്ങുകളൊക്കെ ഉദ്ഘാടനം നമ്മുടെ സംഘത്തിൻ്റെ മുതിർന്ന പ്രായമാർന്ന ആളുകളാണ് ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെ എല്ലാവരും തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. നല്ല രീതിയിലുള്ളൊരു വാർഷികം തന്നെയായിരുന്നു അത്. പോയിട്ട് കൂടാതെ തന്നെ അതിൻ്റെ കൂടെ 19ാം ആനിവേഴ്സറി ആയിട്ട് ഒരു കേക്ക് നമ്മൾ മുറിക്കുകയും 19 എന്നുള്ള വയസ്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി കേക്ക് മുറിച്ച് മധുരം പങ്കിടുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് സംഘത്തിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾ, 18 പേരടങ്ങുന്ന ഗ്രൂപ്പാണ്. അതിനുശേഷം 10 പേര് വീതം അടങ്ങുന്ന 2 ബോട്ടിലായിട്ടായിരുന്നു നമ്മുടെ ബോട്ട് യാത്ര. കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി തുരുത്തിലൂടെയുള്ള യാത്രയായിരുന്നു പിന്നീടുള്ള 2 മണിക്കൂർ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, കാണാനുള്ള കാഴ്ചയും നല്ല വൃത്തി, ഒരു പ്ലാസ്റ്റിക്കോ മാലിന്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല വൃത്തി ഒരു കായലായിരുന്നു. അപ്പോൾ തുരുത്തും കായലും കൂടെ ചേർന്നുള്ള ഒരു സംഭവമായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മുടെ മാത്രമല്ല, നമ്മുടെ കൂടെ അതായത് വേറെ സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വെള്ളവും ഒരുപാട് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ കാണുന്ന പച്ചയായിട്ടൊക്കെ കാണുന്ന എല്ലാം തുരുത്തുകളാണ്. അപ്പോൾ കായലിൻ്റെ നടുക്ക് നിൽക്കുന്ന തുരുത്തുകളാണ്. അപ്പോൾ അതിൽ ഒരു തുരുത്തിൽ നമ്മളെ ബോട്ട് കൊണ്ട് നിർത്തുകയും അവിടെ നമ്മൾ ഇറങ്ങി നമുക്ക് അവിടെ സമയം സ്പെൻഡ് ചെയ്യാനുള്ള സൗകര്യം അവർ ഒരുക്കി തരികയായിരുന്നു. അപ്പോൾ അവിടെ അവർ സ്റ്റൂളൊക്കെ ഇട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനുള്ള സൗകര്യം തന്നു. അങ്ങനെ പിന്നെ 45 വയസ്സായാലും 50 വയസ്സായാലും പിന്നെ ഒരു 20 വയസ്സായതിൻ്റെ പ്രതീതിയായിരുന്നു. കൊച്ചുകുട്ടികളെ പോലെ മരത്തിൽ കയറുകയും തൂങ്ങി കളിക്കുകയും ഒരു സന്തോഷമായിരുന്നു. ഇതാ കണ്ടില്ലേ, മരത്തിൻ്റെ മണ്ടയിലൊക്കെ കയറി. അതാണ് ഒരു ഭംഗിയായിരുന്നു ആ മരം കാണാൻ. അതായത് ഒരു മരം വന്നിട്ട് ഒരു ഏതാണ്ട് എന്താ പറയാ, എണ്ണിയാ തീരാത്ത അത്ര വേര് ആ ഒരു സ്ഥലത്ത് തന്നെ. കണ്ടില്ലേ, ആ ഒരു മരത്തിൽ നിന്ന് ഇറങ്ങുന്ന വേരുകളാണ്.
അപ്പോൾ നല്ല തണലും നല്ല കാറ്റും വെള്ളത്തിന് നല്ല തണുപ്പ്, പിന്നെ നിൽക്കുന്ന സ്ഥലം ചെളിയൊന്നും ഇല്ലാതെ, കണ്ടില്ലേ എന്ത് സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പൊ നമ്മൾ മാത്രമല്ല, അവിടെയും വേറെയും ഇഷ്ടംപോലെ സഞ്ചാരികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ വേരനടിയിലൂടെ നമ്മൾ കടന്നുപോയി അതിന് ചുറ്റും നടന്ന് നമ്മൾ കാണുകയായിരുന്നു. അപ്പോ നമ്മൾ ചവിട്ടുന്ന ഭാഗത്തൊക്കെ നല്ല മണല്, നല്ല വെളുത്ത മണല്, നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മള് ഇത്രയും 19 വർഷം നമ്മള് ഒരുപാട് വിനോദയാത്രകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ള ഈ കൊല്ലം തുരുത്തിൽ നമ്മൾ ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഈ മൺട്രോ തുരുത്തിൽ ഒന്ന് പ്ലാൻ ചെയ്യണം. അങ്ങനെ 19-ാം വർഷം നമുക്കവിടെ 19-ാം വർഷം അവിടെ നമുക്ക് ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്നൊക്കെ ഒരു സെൽഫിയൊക്കെ എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവിടുത്തെ ഒരു സന്തോഷം കണ്ടില്ലേ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോ ആർക്കെങ്കിലും ഫാമിലി ആയിട്ടോ ഇതുപോലെ ഗ്രൂപ്പുകളായിട്ടോ ആഘോഷിക്കാൻ പറ്റിയ സ്ഥലമാണ് മൺട്രോ തുരുത്ത്. അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് ആ തുരുത്തിൽ നിന്ന് തിരിക്കുകയുണ്ടായി. അപ്പൊ ആ കാണുന്ന പച്ചയിലൊക്കെ കാണുന്ന ആ പച്ചമരമായിട്ടൊക്കെ കാണുന്ന എല്ലാം തുരുത്തുകളാണ്. അപ്പൊ അവിടെയൊക്കെ ഇറങ്ങി നമുക്ക് നടന്ന് കാണാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ സമയദൈർഘ്യം മൂലം നമുക്ക് 1-ഓ 2-ഓ തുരുത്തിൽ ഇറങ്ങാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെ പിന്നെ ബോട്ട് തുരുത്തിനകത്ത് കൂടെയുള്ള വഴികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടില്ലേ, കാണാൻ നല്ല ഇഷ്ടംപോലെ നല്ല കാഴ്ചകളുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിപ്പോ നമ്മുടെ അംഗങ്ങൾ മാത്രമായിരുന്നു, ഫാമിലി ഒന്നും ഇല്ലായിരുന്നു. ഫാമിലിയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റും. വേറൊരു നല്ലൊരു കാഴ്ചയായിരുന്നു വെച്ചാൽ നമ്മളെ വന്ദേ ഭാരത് നമ്മൾ പോകുന്ന ആ ആ പാലത്തിനടിയിലൂടെ നിന്ന് നമ്മൾ പോകുന്നത് വന്ദേ ഭാരതിന്റെ ട്രെയിന് പോകുന്ന ഒരു നല്ലൊരു കാഴ്ചയും നമുക്ക് അത് കാണാൻ പറ്റി. അങ്ങനെ അത് കഴിഞ്ഞ് ആ 2 മണിക്കൂറത്തെ ഇത് കഴിഞ്ഞ് നമ്മുടെ ഉച്ചഭക്ഷണവും കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടുത്ത 2 മണിക്കൂർ വള്ളത്തിലൂടെയുള്ള ചെറിയ അരുവിയിലൂടെയുള്ള യാത്രയായിരുന്നു. 2 സൈഡും തെങ്ങും തോപ്പുകളും പാലത്തിനടിയിലൂടെയുള്ള യാത്രയും അതൊക്കെ നമ്മുടെ അംഗങ്ങള് നല്ലൊരു എന്താ പറയാ നല്ല ഹാപ്പി ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. ഇതുപോലെ കൊല്ലം മൺട്രോ തുരുത്ത് പോലത്തെ ഒരു സ്ഥലമാണ് നമ്മുടെ പൂവാർ. പൂവാറും ഇതുപോലത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതാണ്. അവിടെയും നമ്മൾ ഇതുപോലെ വാർഷികം ആഘോഷിക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ ആ വള്ളത്തിലൂടെയുള്ള അത് ഉള്ള എക്സ്പീരിയൻസ് അത് ബോട്ടിനേക്കാളും കുറച്ചും കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടില്ലേ, 2 കുറ്റിക്കാടുകൾക്കിടയിലൂടെയുള്ള ആ യാത്ര, 2 സൈഡ് മീനുകള്, എന്താ പറയാ ഒരുപാട് മീനുകളൊക്കെ മേളിൽ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇത് ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ടില്ലേ, അപ്പൊ നമുക്ക് മുന്നേ 2 പേര് ചെറിയൊരു വള്ളത്തിൽ തുഴഞ്ഞ് അവര് തനിയെ പോകുന്നുണ്ട്. അതും എടുത്താൽ വേണമെങ്കിൽ പോവാം. അങ്ങനെ തുരുത്തിലൂടെ പോകുന്ന വഴിക്കാണ് ഒരു മാമൻ നമ്മുടെ കക്ക വാരുന്നത് കണ്ടത്. അപ്പൊ അവിടെ ജോലിയാണ്. എനിക്ക് തോന്നുന്നു ഇത് കക്ക വാരിയിട്ട് ആ റെസ്റ്റോറന്റുകളിൽ കൊണ്ടു കൊടുക്കുമായിരിക്കും. അപ്പൊ എന്തായിരുന്നാലും നല്ലൊരു എന്താ പറയാ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നേരെ നമ്മളുടെ ഒരു നേരത്തെ നിർത്തിയ പോലത്തെ ഒരു തുരുത്തില് കൊണ്ട് നിർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ തുരുത്തിന്റെ അകത്തിൽ കൂടെ മരങ്ങൾക്കിടയിലൂടെ കണ്ടില്ലേ, വേരുകളിലൊക്കെ തട്ടിയാണ് വള്ളം പോകുന്നത്. ആ മരത്തിന്റെ വേരലിന്റെ ഭാഗങ്ങളൊക്കെ ഉരഞ്ഞിരിക്കുന്നത് വരുന്ന വള്ളങ്ങളെല്ലാം അതിൽ തട്ടി ഒക്കെയാണ് പോകുന്നത്. അപ്പോ ഒരു വള്ളം അടുത്ത വേറെ ഏതോ സഞ്ചാരികളാണ്, കാണാമെന്നവരാണ് ആ തുരുത്തിൽ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് കാണുന്നത് ഒരു റെസ്റ്റോറന്റ് ആണ്. ആ വള്ളത്തിൽ ചെന്ന് അവിടെ ചെന്ന് റെസ്റ്റോറന്റിൽ ആഹാരമൊക്കെ കഴിക്കാം. ഇഷ്ടംപോലെ വിഭവങ്ങളുണ്ട് കേട്ടോ. ചിപ്പി, കണവ, എന്താ പറയാ അങ്ങനത്തെ ഐറ്റങ്ങള്. അങ്ങനെ നമ്മുടെ തുരുത്ത് എത്താറായി. നമ്മൾക്ക് മുമ്പേ വന്ന നമ്മുടെ ഗ്രൂപ്പിലെ 10 അംഗങ്ങൾ അവിടെ എത്തി. അങ്ങനെ അതവിടെ എത്തി. ഇവിടെ കരയില്ല, മരമാണ്. അപ്പൊ എല്ലാരും ആ മരത്തിലൊക്കെ കയറി. കണ്ടില്ലേ,
നമ്മളെ മൺട്രോത്തുരുത്തിലേക്കാണ്. മൺട്രോത്തുരുത്തില് കായലിന്റെ നടുക്കൊരു തുരുത്തില് എല്ലാരും കൂടെ മരത്തിൽ കയറി ഒരാള് അങ്ങെത്തി. കണ്ടാ റായി കൈയാണിക്കടാ. ആ ബിജണ്ണ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. എവിടെ കാണിക്ക കണ്ടാ കുട്ടാ ഒരാളെവിടെ. ബിജണ്ണു കൈ കാണിക്ക. ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. എവിടെ കൈ കാണിക്കടാ. ജോസണ്ണ കൈ കാണിക്ക. ആരും അല്ല, വീഡിയോ. അങ്ങനെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഇതാണ് നമ്മുടെ അംഗങ്ങള്. അപ്പൊ അവിടെ നിന്ന് നമ്മള് അവിടെ ഒരു ഏതാണ്ട് ഒരു 15 മിനിറ്റോളം നിന്നു നമ്മൾ തിരികെയാണ്. ആ വന്ന വഴിയിലൂടെ തിരിച്ചു വരികയായിരുന്നു. വള്ളത്തിലെ ആളുകളൊക്കെ നല്ല ഒരു സപ്പോർട്ടായിരുന്നു. ഒരാളാണ് മുള വെച്ചാണ് വെള്ളം കുത്തി തുഴയുന്നത്. അപ്പോ ആഴം കുത്തുന്ന സ്ഥലത്ത് വലിയ ആഴം എന്ന് പറഞ്ഞാല് ഏതാണ്ട് ഒരു 10 അടി വരെയുള്ള ആഴമേ ഉള്ളൂ. എന്നാലും കടല് പോലെ കിടക്കുന്ന ഒരു കായലിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ചെറിയ ചെറിയ തുരുത്തുകൾ പോകുന്നത്. ഇതൊക്കെ ചെറിയ തുരുത്തുകളാണ്. ഇതൊക്കെ വീടൊക്കെ ഉണ്ടായിരുന്നത് അവിടെ വെള്ളം കയറി നശിച്ചു പോയതാണ്. ഒരുപാട് വീടുകളൊക്കെ വെള്ളം കയറി നശിച്ചതായിട്ട് കാണുന്നുണ്ട്. ഉള്ളവരുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഒരു പരിതാപനമായിരിക്കാം. ഏതാണ്ട് ഇതുവരെ വെള്ളമൊക്കെ കയറുമ്പോൾ തന്നെ വീട്ടിനകത്തൊക്കെ വെള്ളം കയറും. അത് നേരെ ചെന്ന് അടുത്തൊരു തുരുത്തിലായിരുന്നു. അതുകൊണ്ടല്ലേ ഇവിടെ ആണെങ്കിൽ കായലിന്റെ കുറച്ച് നടുക്കായിട്ട് കുറെ മരങ്ങൾക്കിടയിൽ വെള്ളം തീരെ കുറവാണ്. കണ്ടില്ലേ? അപ്പൊ ഇവിടെ തീരെ വെള്ളം കുറവാണ്. അവിടെ നമുക്ക് കുളിക്കാം, മീന് പിടിക്കാം. അതൊരു എന്താ പറയാ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടില്ലേ, നമ്മള് ഒരു കുട്ടിക്കാലങ്ങളിലേക്ക് പോവുകയില്ല. തോർത്തിട്ട് മീൻ അരിച്ചു പിടിക്കുകയും കൊച്ചുകുട്ടികളെ നമുക്ക് മീന് പിടിച്ച് ചോദിച്ച് കുറച്ച് കൊഞ്ച് കുഞ്ഞുങ്ങളെ അരിച്ചപ്പോ കിട്ടി. ഇതില് കിടപ്പുണ്ട് കേട്ടോ കൊഞ്ച്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നിനക്ക് സന്തോഷമായ? ഇങ്ങോട്ടത് നിനക്ക് സന്തോഷമായ? കൊള്ളാമോ? അവന് കൊഞ്ച് കിട്ടിയത് വളരെ സന്തോഷമായില്ല. ചെറിയൊരു മീന് പിടിക്കാൻ നോക്കിയിട്ട് മീന് കിട്ടിയില്ല. മീന് കിട്ടിയത് ഇവന്മാർക്കാണ്. ഇപ്പൊ നമ്മൾ അരിച്ചു പിടിച്ചാലും ഒരു മീന് കിട്ടി. ആ മീന് കിട്ടിയത് ഇവന്മാർക്കാണ്. ചെറിയൊരു കല്ലാങ്കുരുവി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. മലയാളത്തിൽ പേര് പറയും. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ഒരു കൊഞ്ച് ഇതാ താഴെ പോയി. അപ്പൊ അത് പിടിക്കാനുള്ള പ്രയത്നത്തിലാണ്. അതിനെ പിടിച്ച് അമ്മര കുപ്പിയിലിട്ടു. അപ്പൊ അങ്ങനെ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഫാമിലിയോടുകൂടിയൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. പേടിക്കാനുള്ള ഒന്നുമില്ല. അവര് വളരെ സേഫ്റ്റി ആയിട്ട് നമുക്ക് ജാക്കറ്റൊക്കെ അവർ തന്നിട്ടുണ്ട്. ആഴം കുറഞ്ഞ സ്ഥലം എത്തിയപ്പോ അവര് ജാക്കറ്റൊക്കെ ഊരി വെക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ആഴമുള്ള സ്ഥലം എത്തുമ്പോ ഒരു ജാക്കറ്റ് ഇടാൻ പറയും. അപ്പൊ ഇത് നമ്മുടെ കര എത്താറായപ്പോഴാണ് ജാക്കറ്റ് ഊരിയത്. അപ്പൊ അങ്ങനെ നല്ല എന്താ പറയാനല്ലേ, കണ്ടില്ലേ തുരുത്തുകൾ ഉണ്ടല്ലേ, എന്റെ പുറകിലായിട്ട് കാണുന്ന എല്ലാ തുരുത്തുകളാണ്. അപ്പൊ നമ്മുടെ പോകുന്ന ഒരു ബാച്ചിന്റെ വള്ളമാണ് ഫ്രണ്ടേ പോകുന്നത്. അപ്പോ ആ വള്ളത്തിലിരുന്ന 2 പങ്കായം വെച്ച് അവര് തുഴയുകയായിരുന്നു.
കണ്ടില്ലേ? അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ട് സൈഡിലും പങ്കായതുണ്ട്. അങ്ങനെ ആ 2 മണിക്കൂറത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചെത്തി. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ അതായത് ഒരുപാട് ആദ്യം നമ്മുടെ ബോട്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വള്ളം, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ചൂണ്ടയിട്ട് മീൻപിടുത്തം, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഇനി നമ്മുടെ സ്വിമ്മിംഗ് പൂളിലോട്ട് കുളിയാണ്. അതായത് ഏതാണ്ട് ഒരു 4 മണി ഒക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ചെത്തിയത്. എന്തായിരുന്നാലും വള്ളത്തിലെ യാത്ര കൊള്ളായിരുന്നു. ഇത് മീൻപിടുത്തമാണ്, കണ്ടില്ലേ? മീന് ഒരു 5-6 കുറച്ച് മീനുകൾ കിട്ടി, ഒരു 10-12 മീനുകൾ കിട്ടി, കരിമീന്. അത് ആ തൊട്ടടുത്ത് കാണുന്ന ഒരു കുളം പോലെ അവര് ബോട്ട്. അങ്ങനെ അടുത്ത് നമ്മളെ സ്വിമ്മിംഗ് പൂളിലെ കുളിയാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ വന്നപ്പോൾ ഒരുപാട് തിരക്കായിരുന്നു. അപ്പോൾ അവരും നമ്മളുമായിട്ട് ഒരുമിച്ച് കളിക്കുകയും നീന്തുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ ആ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ 18 പേര്. അപ്പോൾ ബാള് കളിയായിരുന്നു. അപ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു കൊച്ചു കുട്ടികളെ പോലെ എല്ലാവരും, ഏതാണ്ട് ഒരു 40 വയസ്സിന് മേലോട്ടുള്ള എല്ലാവരും 40 വയസ്സിന് മേലോട്ടുള്ള. അപ്പൊ പിന്നെ ഒരാൾക്ക് വെള്ളത്തിൽ ചാടുന്ന വീഡിയോ എടുക്കണം. ഒരു വീഡിയോ എടുത്തു. അപ്പൊ ഒരാൾ ചാടുന്നത് കണ്ടപ്പോൾ അടുത്ത ചാടണം. അങ്ങനെ 1-2 പേരുടെ വെള്ളച്ചാട്ടത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഒരാൾ ചാടുന്നത് കണ്ടപ്പോൾ തന്നെ പലർക്കും അത് ചാടി വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് വരികയായിരുന്നു. പിന്നെ വെള്ളത്തിലുള്ള ചെറിയ റീൽസ് ഒക്കെ എടുക്കാൻ നമ്മൾ നോക്കി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുകയും അത് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു. കണ്ടില്ലേ? എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ അവിടെ ചെന്ന് അടിച്ചു പൊളിക്കാം. ഓക്കെ, ബൈ.